നമസ്കാരം. ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ച സിനിമാ ലോകം സമ്പന്നമാണ്. പുതിയ സിനിമകൾ കൊണ്ടും വിഷു റിലീസായി എത്തുന്ന ചിത്രങ്ങളുടെ ടീസറും ട്രെയിലറും ഒക്കെയായി ആകെ ഒരു ബഹളം തന്നെയാണ് സിനിമാ ലോകത്ത്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയ സിനിമയെക്കുറിച്ച് നോക്കാം. കുഞ്ചാക്കോ ബോബനും പാർവതിയുമൊക്കെ ഒന്നിച്ച ടേക്ക് ഓഫ് അതിഗംഭീര പ്രതികരണവുമായി തിയേറ്ററുകളിൽ തുടരുമ്പോൾ ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയത് മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം. ആദ്യ റിലീസായി എത്തി ഒരു അച്ഛൻ്റെ പ്രതികാര കഥ പറയുന്ന ചിത്രം. ഒപ്പം ചിരിയും തമാശകളും ഒക്കെയായി ദിലീപിൻ്റെ ജോർജേട്ടൻസ് പൂരവും ഈ ആഴ്ച തിയേറ്ററുകളുണ്ട്. വിനീത് നായകനായ കാംബൂജിയാണ് മറ്റൊരു മലയാളം റിലീസ്. പെയ്യുന്ന മഴയ്ക്കും തഴുകുന്ന കാറ്റിനും രക്തത്തിൻ്റെ മണമുള്ള ബോംബെ. ഗണ്ണുകൾ കഥ പറയുന്നു. ഗലികളിൽ ചോരയൂറുന്ന സമയം. അവിടെ എൻ്റെ പപ്പ ഡേവിഡ് നയനാർ. വാൾട്ടർ PPQ സ്വിസ് മെയ്ഡ്. യു വാണ്ട് ട്രൈ? ഇത് കഥയൊന്നുമല്ല, ശരിക്കും നടന്ന കാര്യങ്ങളാണ്. എന്താ പേര്? തുളസി. മാരീഡാണോ? സോറി കേട്ടോ. അതാണല്ലോ ഇപ്പൊ ലൈസൻസ്. നമ്മള് കഴിക്കും. ലാലേന്റെ ഫാനായിരിക്കും. ജോലിയും കൂലിയുമില്ല തെണ്ടി നടക്കണ കണ്ട ചേട്ടന്മാര് തൃശ്ശൂര് ചേട്ടന്മാര് വാട്ടർ ടാങ്കിനു മീതേ വേരു പിടിച്ചത് കണ്ട ചേട്ടന്മാര് തൃശ്ശൂര് ചേട്ടന്മാര് ചേട്ടന്മാര് നമ്മുടെ ചേട്ടന്മാര് ചേട്ടന്മാര് തൃശ്ശൂര് ചേട്ടന്മാര് 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 നമ്മുടെ ചേട്ടന്മാര് 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 നമ്മുടെ ചേട്ടന്മാര് 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 നമ്മുടെ ഇനി നിനക്കൊന്നുമില്ല. ഒരു കളിയിറങ്ങും ഇനി നിന്നെ തെരഞ്ഞു വരില്ല. കഴിഞ്ഞു, നിന്റെ കളി ജീവിതം കഴിഞ്ഞു. മലയാള സിനിമകൾക്കൊപ്പം തന്നെ മറ്റ് ഭാഷകളിൽ നിന്നും ചിത്രങ്ങൾ ഈ ആഴ്ച കേരളത്തിലെ പ്രേക്ഷകരെ തേടിയെത്തിയിട്ടുണ്ട്. നയൻതാര വീണ്ടും ഒരു ഹൊറർ ത്രില്ലറിൽ നായികയായി ഡോറ എന്ന ചിത്രം കേരളത്തിൽ പ്രദർശനത്തിലെത്തി. മറ്റൊരു ശ്രദ്ധേയമായ സിനിമ തീർച്ചയായും പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തുന്ന ബോളിവുഡ് ചിത്രം നാം ഷബാനയാണ്. തപ്സി പന്നുവും അക്ഷയ് കുമാറുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഹിറ്റായി മാറിയ ബേബിയുടെ ആദ്യ ഭാഗമെന്ന നിലയിലാണ് നാം ഷബാന എത്തുന്നത്. വീണ്ടും തമിഴിൽ നിന്ന് ഒരു ചിത്രം കൂടി കേരളത്തിലെത്തിയിട്ടുണ്ട്. വിജയ് സേതുപതിയും മഡോണയും ഒന്നിച്ച കവൻ എന്ന ചിത്രം. രാത്രിയാണ് ബീരടിച്ച് തെളിവാണ് പണക്കാരൻ അടിപ്പാൻ. தேல்னா கொத்தும், பாம்புனா கொத்தும், ஆம்பல்னா சபலப்படத்தான் செய்வான். இட்ஸ் a biological urge. டீசர் போடுறதுக்கு ஆர்டர் மச்சி, இனிமே போடுற பாரு புது சுவிட்ச். நீ எதையாவது மாத்தணும் நினைச்சா மாத்த முடிஞ்ச உயரத்துக்கு நீ போகணும். It is not just my question. The nation wants to know. The nation is erupting. It is a social anger of the moral fiber of the Indian middle class society. அந்த கெமிக்கல் கட்டது இந்த கெமிக்கல் கட்டதுன்னு சொல்றீங்கல்ல, கக்கூஸ் கப்படிச்சா பால் ஊத்தியா கழுவுறீங்க. நம்ம ஒரு சிறிய விளம்பர இடைவெளிக்கு பிறகு சந்திப்போம்.
this girl that you're so confident about? Sir, नाम शबाना। ये है टोनी, आर्म सप्लायर। अगर हम टोनी तक पहुंच जाते हैं तो पिछले 10 साल में पूरे वर्ल्ड की एजेंसीज में ये सबसे बड़ा ऑपरेशन होगा। सर हमारे पास यही एक मौका है, हमें डिले नहीं करना चाहिए। यहाँ भी कोई है क्या मेरी मदद के लिए? है, we really look after our own। सर आप बोले तो मैं इतनी दूर से आया हूँ, कुछ तो करने दो। क्या लगता है? 100% मरेगा। ये सब तू कर रहा है? नहीं, ये लड़की कर रही है। 100% मरेगी। ഇനി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രെയിലറിലേക്കാണ്. 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന മോഹൻലാൽ ചിത്രം ഏപ്രിൽ 7 തിയേറ്ററുകളിൽ എത്തുകയാണ്. അതിനു മുന്നോടിയായി സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. മേജർ രവി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ക്യാമറ കൈകാര്യം ചെയ്ത് സുജിത് വാസുദേവാണ്. വീണ്ടും ഒരു ഇൻഡോ പാക് യുദ്ധം വെള്ളിത്തിരയിൽ തെളിയുമ്പോൾ തീർച്ചയായും മറ്റൊരു ബോക്സ് ഓഫീസ് റെക്കോർഡാണ് ലാൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ശത്രുക്കളായിരിക്കും. പാകിസ്ഥാൻ की आवाम को ये लड़ाई चाहिए या नहीं चाहिए? ನಮ್ಮ ನಾಟಕಕ್ಕೆ ಉಯಿರು ಕೊಡೋದಕ್ಕೆ ನಾವು ಎಪ್ಪು ರೆಡಿ. We soldiers just follow the orders. लड़ाई है और फौजी को लड़ना पड़ता। സ്വന്തം നാടിന്റെ രക്ഷയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ തോക്കല്ല സാർ, തോൽക്കാത്ത ചങ്കൂറ്റമാണ് ഭടന്റെ ആയുധം. എന്തും ചെയ്യും അവൻ. We are all set to march. Are you ready? 1971 പോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ ടീസർ ഈ ആഴ്ചയെത്തി. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, മുരളി ഗോപി എന്നിവർ ഒന്നിച്ച സിനിമ ടിയാൻ എന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രം. GN കൃഷ്ണകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മുരളി ഗോപിയുടെയാണ് കഥ. എന്തായാലും ഏറ്റവും മനോഹരമായ സംഗീതത്തോടു കൂടി തന്നെയാണ് കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുന്ന. ടീസർ കാണാം. जाको राखे साया मार सके न कोई, बाल न बाका कर सके। മറ്റൊരു വിഷു റിലീസ് CAA എന്ന ചിത്രമാണ്. കോമ്രേഡ് ഇൻ അമേരിക്ക എന്ന ദുൽഖർ സൽമാൻ ചിത്രം. അമൽ നീരജ് സംവിധായക വേഷത്തിൽ, നിർമ്മാതാവായി അൻവർ റഷീദ്. സിനിമയുടെ ഒരു ചെറിയ രംഗം ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അണിയറക്കാർ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. വിഷു മത്സരങ്ങളിൽ സജീവ സാന്നിധ്യമായി ഈ ദുൽഖർ ചിത്രവും ഉണ്ടാകും. മനോജ് സാർ മഹാരാജ് കോളേജിൽ പഴയ കേസ് ക്യൂക്കാരനായിരുന്നില്ലേ?
അവിടുത്തെ SFI പിള്ളേർ റെഡി അവസാനത്തേതാണെന്ന് കരുതരുത്.